ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിലേ ആയിരുന്ന ചില കാര്യങ്ങൾ, അതിന് ഇവിടെ ഒരു എൻഡ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ സ്റ്റാർട്ടാണ്. അപ്പോൾ ഇതൊരു വീലാണ്. ഇത് നമ്മുടെ ജീവിതചക്രം അല്ലെങ്കിൽ കാലചക്രം എന്ന് പറയാം. അതിൽ ഈ ഒരു സമയം ലക്ക് നമുക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ആ ഒരു ഫലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഒരു മെസ്സേജായിട്ട് കിട്ടിയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റക്കായിരുന്ന പല കാര്യങ്ങളും, അതിലൊരു പ്രോഗ്രസ്സും ഇല്ലായിരുന്ന കാര്യങ്ങൾ, അവിടെ പെട്ടെന്ന് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അതിന് വളരെ വലിയ മാറ്റം വന്നേക്കാം. അപ്പോൾ സഡൻ ചേഞ്ചസ് ആണ് ഇവിടെ വരുന്നത് എന്നാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് വരുമെന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് വരാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു വാഹനം വാങ്ങാനുള്ളൊരു സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വാഹനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാവാം. അപ്പോൾ ഡിലേ ആയി പോയ കുറേ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഡിലേ ആയി കിടന്ന ചില കാര്യങ്ങളാവാം. ആ സ്റ്റക്കായിരുന്ന കാര്യത്തിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടായി ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ കുറേ പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യമാവാം. അത് ചിലപ്പോൾ സ്റ്റക്കായിരുന്നുവെങ്കിൽ അതിനൊരു ചലനം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. കൂടുതലും യാത്രയെ സംബന്ധിച്ച ഒരു കാര്യമാണ് ഇതിനകത്ത്. പിന്നെ പ്രമോഷനൊക്കെ പോലെയുള്ള കാര്യങ്ങൾ അതിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ സമയം മൂവ് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഒരു നന്മയായിട്ട് ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഈ സമയം നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്ര ചിലപ്പോൾ പോകേണ്ടി വന്നേക്കാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരാളുമായിട്ട് ഒരു ലവ് അഫെയർ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് സമയത്തിൻ്റെയാണ്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടുത്ത ദിവസങ്ങളിലോ മറ്റോ ഒരാളുമായിട്ട് നമുക്കൊരു ക്രഷ് തോന്നുകയും അല്ലെങ്കിൽ പെട്ടെന്നൊരു വല്ലാത്തൊരു അട്രാക്ഷനൊക്കെ തോന്നി ഒരു പ്രണയം തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും. അപ്പോൾ ശരിക്കും അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു കാര്യമായിരിക്കണം. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ
പെട്ടെന്നൊരു പ്രണയത്തിലേക്ക് ആണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായി കഴിയുമ്പോൾ നമ്മളെ മറന്നിട്ട് ആ ഒരു വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബൗണ്ടറി വെക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക, അത് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല, ചിലപ്പോൾ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരാൾ ഒരു ഓഫറുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ അറിയാതെ നിങ്ങളെ പ്രണയിച്ചുകൊണ്ടേയിരുന്നിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി ഈ സമയം അത് റിവീൽ ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 4 of Wands ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ മറ്റെന്തെങ്കിലും സെലിബ്രേഷനിലോ ഒക്കെ നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു വീടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അത് ഇവിടെ നടക്കുന്നതായി കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു വീടിൻ്റെ പ്ലാൻ നിങ്ങൾ വരയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലം വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ വീട് പണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീടുമായി സംബന്ധിച്ച ഒരു കാര്യം നിങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു വീട് വാങ്ങുന്നതുമാവാം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ കാര്യത്തിനും, അത് ഇപ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് തരുന്ന പ്രപഞ്ചത്തോട്, ദൈവത്തോട്, നമ്മളെ സഹായിക്കുന്ന ഓരോ വ്യക്തികളോടും, നമുക്ക് സന്തോഷം തരുന്ന വ്യക്തികളോട്, അപ്പോൾ ഇവരോടെല്ലാം നമ്മൾ നന്ദി പറയുക. അതുമാത്രമല്ല, നമ്മളെ വേദനിപ്പിച്ചവരോടും ചതിച്ചവരോടുമൊക്കെ നന്ദി പറയുക. കാരണം അവർ തന്ന ദുഃഖമാണ് നമ്മളെ ഏറ്റവും വലിയ പരിവർത്തനത്തിന് ഇടയാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മളെ ചതിച്ച വ്യക്തികളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഉയരത്തിലെത്തിക്കുന്നത്. കാരണം അവർ നമ്മളോട് ചെയ്ത വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ അവർ തന്ന ചതിയായിരിക്കാം നമ്മൾ ആരാണെന്ന് നമ്മളെ മനസ്സിലാക്കാനും നമ്മൾ എവിടെ എത്തണമെന്ന് തിരിച്ചറിയാനുമുള്ള ഒരു കാരണക്കാരൻ. അത് ഈ ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ കുറേ തിരിച്ചറിവുകൾ ഈ ഒരു വ്യക്തി മൂലം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടത് നമ്മളെ ചതിച്ച വ്യക്തികൾക്കാണ്. കാരണം അവരാണ് നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾക്ക് സ്വയം ബോധ്യമാക്കി തന്നത്. അതിന് അവർ സഹായിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ചില ആളുകൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ട്രാൻസ്ഫർമേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. ഇതുവരെ വിചാരിച്ച ഒരു കാര്യമല്ല. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വരുന്നുണ്ട്, സന്തോഷവും സമാധാനവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വിക്ടറി വരുന്നുണ്ട്. നിങ്ങൾ കുറേ കാലം സ്വപ്നങ്ങളിൽ മാത്രം ഇരുന്നുവെങ്കിൽ ഈ ഒരു സമയം കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. നമ്മളെ തന്നെ മനസ്സിലാക്കുന്നു, നമ്മുടെ കുറവുകളും മേന്മകളും എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മാറണമെന്ന് നിങ്ങൾ മനഃപൂർവ്വം വിചാരിച്ച് അതിൽ നിന്ന് മാറുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് വളരെ വലിയൊരു മാറ്റം പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന കുറേ കാര്യങ്ങൾ അത് വിട്ടുകളഞ്ഞ് ഈ സമയം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഒന്നിനെക്കുറിച്ചും അധികം ആലോചിക്കാതെ വളരെ സന്തോഷമായിട്ട് ഈ സമയം നിങ്ങൾക്കിരിക്കാൻ പറ്റുമെന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്കൊരുപാട് പെയിൻ തോന്നുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് ടെൻഷനും തോന്നാം. പക്ഷേ ഈ സമയം
നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതിനെ നിങ്ങൾ എൻജോയ് ചെയ്യാമെന്ന് ഇവിടെ തീരുമാനിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ശരിക്കും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ളൊരു പ്രൊട്ടക്ഷൻ ഈ ഒരു സമയം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഏഞ്ചൽസിനോടോ ദൈവത്തിനോടോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഹെൽപ്പ് ചോദിക്കാം. അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, ചിലപ്പോൾ അതൊരു വിശ്വാസമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളാവാം. അപ്പോൾ അത് നഷ്ടപ്പെടുത്താനായിട്ട് കുറച്ച് ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്ത് കാര്യത്തിനും നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് മാത്രം ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക എന്നൊരു മെസ്സേജും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വൈസ് കൗൺസിലർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. ആരിൽ നിന്നെങ്കിലും നിങ്ങളൊരു ടാരോയോ അല്ലെങ്കിൽ അസ്ട്രോളജിയോ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നിന്നും ഒരു ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെ ഗൈഡൻസ് എടുക്കാനുള്ളൊരു സാധ്യതയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ഗൈഡൻസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ പഠിക്കണമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നേക്കാം. അപ്പോൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു ആകാംക്ഷ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനൊരു ആകാംക്ഷ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു സമയം നിങ്ങൾ സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലൊക്കെ പോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഏതെങ്കിലും മെഡിറ്റേഷൻ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഹീലിങ്ങിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ഒരു സമയം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ ഈ സമയം നിങ്ങൾക്ക് ഡിവൈൻ്റെ ഹെൽപ്പ് നന്നായിട്ട് കിട്ടുമെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഡിവൈനായിട്ടൊരു ഹെൽപ്പ് നിങ്ങൾക്ക് തരുമെന്നാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ദൈവം തരുന്നുണ്ട്. ശരിക്കും ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഡിവൈൻ നൽകുന്നുണ്ട്. അത് ചിലപ്പോൾ ഇൻഡ്യൂഷനായിട്ടായിരിക്കാം. കാരണം തൊട്ടടുത്ത് വന്നിട്ടുള്ളത് ഹൈ പ്രിസ്റ്റസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളും ശക്തികളും നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ, നമുക്കറിയേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന തരത്തിൽ അത്രയും ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുള്ളതാണ്. അത്രയും ഡിവൈനുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്. കാരണം നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് മറ്റുള്ളവരെ അതിലൂടെ സഹായിക്കാനും പറ്റുമെന്നുള്ളതാണ്. ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒരു ഹീലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകളുടെ ഒരു എനർജിയും ഇതിലുണ്ട്. നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ട സമയമാണ് എന്ന് കാണുന്നുണ്ട്. ഇതൊരു ഫെമിനിയൻ എനർജിയാണ്. അപ്പോൾ വളരെ ശക്തിയേറിയൊരു ഫെമിനിയൻ എനർജിയാണ് ഈ ഒരു ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡിവൈനിൽ നിന്ന് ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുമെന്നാണ്. ഇതിൽ കുറേ ആൾക്കാർക്ക് ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ പാസ്റ്റിൽ ചോദിച്ചിരുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സമയം ഒരു ഇൻഡ്യൂഷനായിട്ട് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുമുണ്ട്.
നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിനെക്കുറിച്ച് ഒരു മെസ്സേജ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് വേറെ ആരുടെയെങ്കിലും ഒരു മെസ്സേജിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാം. അത് ചിലപ്പോൾ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾക്കൊരു ഒരു യൂട്യൂബ് വീഡിയോയോ അല്ലെങ്കിൽ ഒരു റീലോ ഒക്കെ നിങ്ങൾക്ക് അയക്കുന്നതിൽ നിന്നാവാം. അത്തരത്തിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ കഴിവും ശക്തിയും ഒക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികാട്ടി നിങ്ങളുടെ സോള് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തിരിച്ചറിയുക. ഈ സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ നിങ്ങൾ വെറും തോന്നലുകളാക്കി അവഗണിക്കാതിരിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി ഇവിടെ വളർത്തുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് 6 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. ഇതിൽ ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഒരു ഫലം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പോലക്കുള്ള ആ ഒരു കാര്യത്തിന് അതേ ഫലം നിങ്ങളിലേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഈ സമയം നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ആ ഒരു ഫലം തീർച്ചയായിട്ടും അതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. എന്താണോ നിങ്ങൾ കൊടുത്തത് ആ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും ഈ ഒരു സമയം എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മ തിരിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളിൽ ചിലർ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് നല്ല കർമ്മം ചെയ്തിട്ടും എനിക്കതിൻ്റെ ഫലം കിട്ടാത്തത് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിന്തയൊക്കെ മാറ്റിയിട്ട് കർമ്മ എന്നത് റിയൽ ആണ് എന്ന് ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും നിങ്ങൾക്കുണ്ടായിരിക്കും എന്നാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില ആളുകൾക്ക് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പാകത്തിന് നിങ്ങളിലേക്ക് ധാരാളം പണം വന്നെത്തുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സമയം അനുകൂലമാകുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവരെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഒരു ദൃഢത വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യം, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു കാര്യം അത് ചെയ്യുന്ന ഒരു എനർജിയാണ് കുറേ ആൾക്കാർക്കും. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്കും ഫാഷൻ സംബന്ധമായ എന്തോ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം ഡ്രീമർ ഉണ്ട്, ഇതിലൊരു പുതിയ തുടക്കം കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ടും ഇവിടെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എംപ്രസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പാഷൻ, ബ്യൂട്ടി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ചുകൂടി പഠിച്ചിട്ട് അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഐഡിയാസ് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട ഒരു സമയമാണ് ഇത്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം. മറ്റാരും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കില്ല. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റുന്നവരെല്ലാം ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി വേണ്ട കാര്യങ്ങൾ എന്താണോ അതിൽ ഈ ഒരു സമയം നിങ്ങൾ പുതിയതായിട്ട് ഒരു കാര്യം തുടങ്ങണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ ഒരു ജോലി മാറണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. അത്തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കൂടുതൽ വരുന്ന ഒരു സമയമാണ് ഇത്.
അതുപോലെ ഇവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന വേദനകൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചീറ്റിങ്ങിന്, നിങ്ങളുടെ കഷ്ടപ്പാടിന് ഒക്കെ നീതി ലഭിക്കാത്തത് എന്ത് എന്നോർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നീതി ലഭിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും എന്നുള്ളതാണ്. സത്യം ജയിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടാത്തത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്താണെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് നീതി ഉറപ്പാണ്. അതിൽ ഒരു വിഷമവും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. മാത്രമല്ല ഈ സമയം നിങ്ങൾക്കൊരു ക്ലാരിറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിച്ച ഏതോ ഒരു കാര്യത്തിന് ക്ലാരിറ്റി ലഭിക്കുന്നുവെന്നും കാണുന്നുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് സോർട്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എവിടെയും തുറന്നു പറയാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളാവാം, അത് നിങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരെയും വേദനിപ്പിക്കാതെ, അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, പക്ഷേ വളരെ ഹ്യൂമറസ് ആയിട്ട് അത് നിങ്ങൾ പറയുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കർക്കശമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. പക്ഷേ അത് മനസ്സുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾ പുറത്ത് കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരുത്തി, പക്ഷേ അത് വളരെ സീക്രട്ടായിട്ട് നിങ്ങൾ വയ്ക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല എല്ലാ കാര്യത്തിനും തെറ്റും ശരിയും അതിൻ്റെ യാഥാർത്ഥ്യവും ഒക്കെ കണ്ടെത്തി നല്ലൊരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ സാധിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. ഇതിൽ നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിന് അതിൻ്റെ ഒരു ഫലം കിട്ടുന്ന ഒരു എനർജിയാണ്. അത് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ക്ഷമയ്ക്ക് ഒരു റിവാർഡൊക്കെ കിട്ടുന്ന സമയം കൂടിയാണ്. അതൊരു ഫ്രൂട്ടായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. കുറേ ആൾക്കാരും നിങ്ങൾ ബിസി ആയിരിക്കുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ എന്താണോ സന്തോഷിപ്പിക്കുന്നത്, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.